അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോ ഞാൻ അബുദാബി പോയ വീഡിയോ ആണ്. അപ്പോൾ ഈ ശനിയാഴ്ച ഞാൻ പോയത് ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ അടുത്തല്ല താമസിക്കുന്നത്. അവിടുന്ന് ബസ്സുണ്ട്. അവിടുന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് ഞാനും എൻ്റെ റൂമിലുള്ള സന്ധ്യബായും കൂടെ ഈ ബസ്സിൽ വന്നത്. 6 ദിർഹംസാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ചാർജ്. ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങളിവിടെ എത്തി. ബസ് നേരെ ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ നിർത്തി. പിന്നെ ഞങ്ങളിവിടുന്ന് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ നടന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട്. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ അവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. മാൾ ഓഫ് എമിറേറ്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ടായപ്പോൾ ദുബായിലെ പല ഭാഗത്തു നിന്നായിട്ട് ബസ്സുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ വരാം. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറോട് ചോദിച്ച് തിരിച്ച് ഇനിയിപ്പോൾ എങ്ങനെയാണ് പോകാന്നുള്ളത് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു രാത്രി 1 മണിക്ക് ലാസ്റ്റ് ബസ് ഗ്ലോബൽ വില്ലേജിൽ നിന്ന്. ഇപ്പോൾ ഞങ്ങളെ മാൾ ഓഫ് എമിറേറ്റ്സ് ആണെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എല്ലായിടത്തേക്കും രാത്രി 1 മണി വരെ ബസ്സുണ്ട്. അതിന് ശനി ഞായർ ദിവസങ്ങളാണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഞങ്ങൾ ആ ദിവസമായതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾ അതാണ് പറഞ്ഞതെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് എത്തി. ഞങ്ങൾ 4:45 ആകുമ്പോൾ അവിടെ നിന്ന് പോന്ന് ഒരു 5:15 ആകുമ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച വന്ന കാരണം 30 ദിർഹംസാണ് ഒരാൾക്ക് അവർ പേ ചെയ്തത്. അല്ലാത്ത ദിവസം 25 അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റൊക്കെ എടുത്ത് ഈ കാണുന്നത് ഗ്ലോബൽ വില്ലേജ്. ഇതിൻ്റെ എൻട്രൻസ് ഭാഗം കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് സന്ദീപായി. ഞങ്ങളൊരു റൂമിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു കോഴിക്കോട്ടുകാരനാട്ടാ. അങ്ങനെ ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ വേണ്ടി പോകണം. ഇതൊക്കെ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതൊരു പൊളിച്ച് മാറ്റൂല. ഇവരിങ്ങനെ വർഷം ഇത് പുതുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇത് ഇവരോട് തന്നെ നിലനിർത്തും. പിന്നെ വിൻ്റർ സീസൺ ആകുമ്പോഴാണ് ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ ഈ ഗേറ്റ് കണ്ട, ഈ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത് 2 എണ്ണം അവർ ചെക്ക് ചെയ്ത് നമ്മളെ വെൽക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് കൂടിക്കൂടി വരുന്ന ഞങ്ങൾ 5:15 പിന്നെ രാത്രി ആവുമ്പോഴും ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടിക്കൂടി വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ കയറിയപ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് നടക്കാൻ വയ്യാത്തവർക്കുള്ള വണ്ടികൾ അതൊക്കെ നമുക്ക് റെൻ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കണ്ടില്ല ട്രോളി ബോയ്സൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്. നമ്മൾ അവർക്ക് ഇങ്ങനെ പേ ചെയ്യണം. എന്തിനോട് പേ ചെയ്യണം. നമുക്ക് ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് മാത്രമുള്ളൂ 30-ന് കിട്ടണത്. ബാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള എന്ത് പർച്ചേസിങ്ങിനായാലും ആക്ടിവിറ്റീസ് ആയാലും സെപ്പറേറ്റ് പൈസ കൊടുക്കണം നമ്മൾ കേട്ടോ. സുഖമാണ്. ഒരുപാട് ആൾക്കാർ ഞങ്ങളവിടെ കണ്ട് നടക്കാൻ വയ്യാത്തവരൊക്കെ. പക്ഷെ അവർ വന്നപ്പോൾ തന്നെ ഒരു ഇലക്ട്രിക് ചെറിയ വണ്ടികളുണ്ട്. എല്ലാ ഗ്യാപ്പിൽ കൂടെ പോകാൻ പറ്റും. അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ളത് പവലിയൻസാണ്. പല രാജ്യങ്ങളെ പവലിയൻസ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൈലൂസ്കാർ വയ്ക്കാൻ പോയിട്ട് വീണ്ടും വന്നതാട്ടാ. അങ്ങനെ സന്ധ്യമായിട്ട് ജോയിൻ ചെയ്ത് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. കൂടുതലും വിദേശികളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. പിന്നെ ദുബായിലും എല്ലാ GCC രാജ്യങ്ങളിലും തണുപ്പ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് കാരണം നല്ല സുഖമായിരുന്നു നടന്ന് കാണാൻ. ഒരു തരി പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് കാണാൻ പിന്നെ പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക. നല്ല ക്ലൈമറ്റാണ്, നല്ല സീസണാണ്. പിന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ, ഇങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടും ഒരുപാട്. അപ്പോൾ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ടൊക്കെ നടക്കാം സുഖമായിട്ട്. കുട്ടികളെ ജസ്റ്റ് വണ്ടിയിലേക്ക് നടക്കാം. അങ്ങനെ നല്ല സുഖമാണ് അവിടെ നടക്കാൻ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാൻ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വരുമ്പോൾ കണ്ടതാട്ടാ ഈ തായ് മസാജ് കാണാതെ ഒരു മസാജ് സെൻ്ററാണ്. അവരെ ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞങ്ങൾ ചെന്നപ്പോൾ അപ്രത്യക്ഷമായിട്ട് കണ്ടപ്പോൾ ഞാനത് വീഡിയോ പകർത്തിയതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം.
ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത് ഹലീമ തായ് മസാജ് എന്നിട്ട് തായ് സ്ത്രീയാണ്. ആ സ്ത്രീയാണ് അവൻ നടുവിൽ നിൽക്കുന്നത് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് കളറ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇടും. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പോർഷൻ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതിലിടാൻ പറ്റാത്ത കാരണം ഇതോടുകൂടെ ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കും. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ പവലിയനും കാര്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന വീഡിയോ അതിലാണുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ അപ്പോൾ കാണാം.